ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയത്. ദൃശ്യം 3ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മെയ് 21-നാണ് സിനിമ പുറത്തിറങ്ങുന്നത്. ഇപ്പോഴിതാ പ്രീ സെയിൽ റെക്കോർഡ് നേടിയിരിക്കുകയാണ് ചിത്രം. ആദ്യ ദിനം ആഗോള പ്രീ സെയിൽ വഴി 15 കോടിയാണ് ദൃശ്യം 3 ഇതുവരെ നേടിയത്. ഈ കളക്ഷൻ ഇനിയും കൂടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. അഡ്വാൻസ് ബുക്കിംഗ് കേരള പ്രീസെയിൽ മാത്രം 3 കോടി കവിഞ്ഞിരുന്നു. മോഹൻലാൽ ചിത്രങ്ങളിൽ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷനിൽ തുടരുമിനെ ദൃശ്യം 3 മറികടന്നിരിക്കുകയാണ്. മലൈക്കോട്ടെ വാലിബനും എമ്പുരാനും മാത്രമാണ് പ്രീസെയിൽ കളക്ഷനിൽ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ദൃശ്യം 3ക്ക് മുന്നിലുള്ളത്. എമ്പുരാൻ 12.4 കോടിയും മലൈക്കോട്ടെ വാലിബൻ 3.80 കോടിയാണ് നേടിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിനു ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുമ്പ് തന്നെ 350 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരുന്നു സിനിമ. ദൃശ്യം 3യുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. ആദ്യ ഭാഗങ്ങൾ ഒരുക്കിയ ജിത്തു ജോസഫ് തന്നെയാണ് വീണ്ടും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഇത്തവണയും വലിയ വിജയം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.